ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ആദ്യമായി നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 5 മുട്ടയുടെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് 141 ഗ്രാം മൈദ, 141 ഗ്രാം പൊടിച്ച പഞ്ചസാര, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ഓയിൽ, ഇത്രയും ചേരുവകളാണ് ഇതിന് വേണ്ടിയത്. ആദ്യമായിട്ട് നമുക്ക് ഈ മൈദ ഒന്ന് ഇടഞ്ഞെടുക്കാം. നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഈ മൈദയിൽ നിന്ന് കുറച്ച് 3 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റുകയാണ്. 141 ഗ്രാം മൈദയാണ് എടുത്തത്. അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റുന്നു. വടിച്ചാണ് എടുക്കേണ്ടത്. 3 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി അതിന് പകരം നമ്മൾ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഈ മൈദയിലേക്ക് ചേർക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഈ മൈദയിലേക്ക് ചേർത്ത് 3 ടേബിൾ സ്പൂൺ മൈദ അതിൽ നിന്ന് എടുത്ത് മാറ്റി. ഈ കൊക്കോ പൗഡറിൻ്റെ മൈദയുടെയും കൂടെ നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇടഞ്ഞെടുക്കാം. ഇതെല്ലാം കൂടി നമ്മളൊന്ന് ഇടഞ്ഞെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇനി മുട്ടയുടെ ഉണ്ണിയും വെള്ളയും കൂടെ വേർതിരിച്ച് എടുക്കാം. മുട്ട ഓരോന്നായി പൊട്ടിച്ച് ഇതിൻ്റെ മുട്ടയുടെ വെള്ളയും ഉണ്ണിയും മാറ്റിയെടുക്കാം. മുട്ടയുടെ ഉണ്ണിയും വെള്ളയും രണ്ടായിട്ട് മാറ്റി ക്ലീനായ ഒരു പാത്രത്തിൽ വെച്ചാണ് ഇത് ചെയ്യേണ്ടത്. വെള്ളമയം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. മുട്ടയുടെ വെള്ളം അടിച്ചെടുത്തു. ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ ഉണ്ണി ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. മുട്ടയുടെ ഉണ്ണിയും കൂടി ഇതിലേക്ക് 3.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. മൂന്നര ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തു. ഒന്നും കൂടെ അടിക്കാം. ഇതിലേക്ക് പതിയെ നമുക്ക് ഈ മൈദ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ മൈദ കുറേശ്ശെ ചേർത്ത്, മൈദയും കൊക്കോയും ബേക്കിംഗ് പൗഡറും കൂടെ ചേർന്നാണിത്.
കുറേശ്ശെ ചേർത്ത് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണിത് ഫോൾഡ് ചെയ്ത് എടുക്കേണ്ടത്. ഇനി പയ്യെ കറക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഫോൾഡ് ചെയ്തെടുത്ത് നമ്മൾ ഇതിനെ ഒന്ന് ലൈൻ ചെയ്തൊരു ബേക്കിംഗ് ഡിഷിലേക്ക് ഒഴിച്ച് നമുക്ക് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അരമണിക്കൂർ ബേക്ക് ചെയ്ത് എടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് റെഡിയായി. ഇത് നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്കിനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. ഇതിന് ഇന്ന് 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഈ ഭാഗം 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത ഷുഗർ സിറപ്പാണ് ഇത്. ഇതൊന്ന് പുരട്ടി ഇതൊന്നൊന്ന് മോയിസ്റ്റാക്കി എടുക്കാം. മോയിസ്റ്റാക്കി എടുത്ത കേക്കിന് മുകളിലേക്ക് നമുക്ക് വിപ്പ് ക്രീം അടിച്ചത് ചേർക്കാം. പിന്നെ മുകളിലേക്ക് കേക്കിൻ്റെ മറ്റേ ഭാഗം വെക്കാം. ഇങ്ങനെ ഈ ബേക്ക് ചെയ്ത ഭാഗം അടിയിലായിട്ടാണ് വരേണ്ടത്. ഇവിടെ ഷുഗർ സിറപ്പ് ചേർത്ത് കേക്കൊന്ന് മോയിസ്റ്റാക്കി എടുക്കാം. പിന്നെ മുകളിലേക്ക് വീണ്ടും വിപ്പ് ക്രീം ചേർക്കാം. ഇതിൻ്റെ എല്ലാ സൈഡുകളിലും വിപ്പ് ക്രീം പുരട്ടി ഇടയ്ക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിന് പുറത്തേക്ക് ഇനി ചോക്ലേറ്റ് കേൾസ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യും.
ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണിത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.